ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 10 11 തിരുവചനങ്ങൾ. ഐശ്വര്യം പ്രാപിക്കാനുള്ള വഴിയെപ്പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് വചനം പറയുന്നത്? ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവനെ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. അതായത് തിന്മ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളില്ലാതിരിക്കെ, സാഹചര്യങ്ങളില്ലാതിരിക്കെ പാപത്തിൽ വീഴാതിരിക്കാൻ ആർക്കും സാധിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ പരിചയക്കാരുടെയോ എല്ലാം കൂടെ വ്യാപരിക്കുമ്പോൾ ഒരുപക്ഷെ അവരെ പേടിച്ചും നമ്മുടെ ഉള്ളിലെ പാപം ചെയ്യാനുള്ള ധൈര്യക്കുറവ് കാരണവും പാപം ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും ഒത്തുവരാത്തത് കാരണവും ഒരുപക്ഷെ നമ്മൾ പാപം ഉപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, തനിച്ചിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ, തനിച്ച് കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, തനി ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? കാരണം സഭാപ്രസംഗകന്റെ പുസ്തകം 4 അധ്യായം 12 വാക്യം വചനപ്രകാരം ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടത്തോടു കൂടി ആയിരിക്കുമ്പോൾ, കൂട്ടുകാരുടെ കൂടെയോ വീട്ടുകാരുടെ കൂടെയോ നാട്ടുകാരുടെ കൂടെയോ എല്ലാം ആയിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരാൻ പാടാണ്. തനി നിറം പുറത്തു വരാനായിട്ട് പാടാണ്. അതുപോലെ തന്നെ പാപ സാഹചര്യങ്ങളിൽ വീഴാതിരിക്കാനും നമുക്ക് 99% സാധിക്കും. എന്നാൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നന്നായി ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ? വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നതിനേക്കാൾ വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ? കാരണം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു ആത്മീയതയല്ല. കാത്തു സൂക്ഷിക്കുകയല്ല, നമ്മൾ വളർത്തി കൊണ്ടുവരികയാണ് ശരിക്കുള്ള ഒരു ആത്മീയതയിൽ സംഭവിക്കുന്നത്. കാരണം ഫിലിപ്പി 3:16 വചനം പറയുന്നത് നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും നേടാനായിട്ടാണ്. 2 കൊരിന്തോസ് 4:16 വചനം പറയുന്നത് ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയല്ല, വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ? എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം അപ്പസ്തോലന്മാർ പറയുന്നുണ്ടല്ലോ, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശരിയായിട്ടൊരു ആത്മീയതയിൽ കയറി വരുന്ന ആൾ എല്ലാ മേഖലയിലും കൂടുതൽ തീഷ്ണതയോടെ കയറി വരാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ദൈവം അതിനുള്ള കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നവരുമാണ്. അങ്ങനെ ഓരോ മേഖലയിലും വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ? രഹസ്യങ്ങൾ അറിയുന്ന പിതാവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടുകൂടി വ്യാപരിക്കാനായിട്ട് തനിച്ചു പോകുമ്പോൾ നിനക്ക് സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട്, കാരണം നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം പ്രാപിക്കാതിരിക്കാൻ തക്ക വിധത്തിൽ ഒരു പ്രശ്നവും ഉള്ളതായിട്ട് ഒരുപക്ഷെ ആൾക്ക് തോന്നില്ല. കാരണം പ്രശ്നം ശരിക്കും പറഞ്ഞാൽ കർത്താവിനും നിനക്കും മാത്രമേ അറിയൂ. അപ്പം എന്താണ് ഐശ്വര്യത്തിൽ സ്ഥിരത പ്രാപിക്കാനുള്ള ഒരു സൊല്യൂഷൻ? പാപം ചെയ്യാതിരിക്കുക, പാപ സാഹചര്യങ്ങളെ അതിജീവിക്കുക, പ്രലോഭനങ്ങളിൽ വലിയ ആത്മീയ ആനന്ദത്തോടു കൂടി പരീക്ഷകളിലെല്ലാം വിശ്വസ്തത തെളിയിക്കുക എന്നത് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ 2 ദിനവൃത്താന്തം 26 അധ്യായം 5 വാക്യം അതിൻ്റെ ബി പാർട്ടാണ്. ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ, പാപത്തെ പേടിച്ച് അല്ലെങ്കിൽ ഐശ്വര്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാപം ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക അല്ല വേണ്ടത്. അത് വേണം. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയോട് ചോദിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, നിരന്തരം ദൈവ സാന്നിധ്യ സ്മരണയിൽ വ്യാപരിച്ചുകൊണ്ട്, ഈശോയോടുള്ള ആ ഒരു കൂട്ടായ്മയിൽ നിരന്തരം കഴിഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക്, കൂടുതൽ ഐശ്വര്യത്തിലേക്ക്, സ്ഥിരതയുള്ള ഒരു ഐശ്വര്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. അങ്ങനെ കർത്താവിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് എത്തിച്ചേരാം. ഈശോ അനുഗ്രഹിക്കട്ടെ.